ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം കൂടെ വന്നെത്തിയിരിക്കുകയാണ്. സോ എൻ്റെയും ഫാമിലിയുടെയും വിഷുദിനാശംസകൾ എല്ലാവർക്കും അറിയിച്ചുകൊള്ളുന്നു. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ലുലു ട്രിവാൻഡ്രത്തെ ഹൈപ്പർ മാർക്കറ്റിലാണ്. ഇവിടുത്തെ വിഷുച്ചന്തയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ വർഷം എന്തായാലും വീഡിയോസ് എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ വിഷു കിറ്റ് എന്ന് പറയുന്നൊരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് സെറ്റുമുണ്ട്, വാഴപ്പഴം, മുന്തിരിങ്ങ, കൈതച്ചക്ക, തേങ്ങ, അങ്ങനെ കുറച്ച് ഐറ്റംസ് അടങ്ങിയിരിക്കുന്ന ഒരു കിറ്റാണ്. 699 രൂപയാണ് കിറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഏകദേശം 14 ഐറ്റംസ് എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ആ കിറ്റിനകത്ത്. ഇത് വേറൊരു കിറ്റ്, നിലവിളക്കും ഉരുളിയും എല്ലാം കൂടെ ചേർന്നിട്ട് കൈതച്ചക്ക, ചക്ക. ദൈവമേ, പ്ലാവുള്ള വീട്ടിലൊക്കെ ഇതൊക്കെ വെറുതെ കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ കാശ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. എൻ്റെ പൊന്നോ, നമ്മളെങ്ങോട്ടാണോ പോണത്. അടിപൊളിയാണല്ലോ ഇത്. കുറേ മാങ്ങ കിടക്കുന്നുണ്ടോ? എനിക്കാണോ ഇതെല്ലാം പെറുക്കി തിന്നാനും തോന്നുന്നുണ്ട്. ഓരോ മാങ്ങയും എടുത്തോണ്ട് പോയാലും പല ടൈപ്സിലുള്ള മാങ്ങ കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരൊക്കെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ചിപ്സ്, സൂപ്പർ ചിപ്സ്, ചക്കര വരട്ടി ചിപ്സ്, പിന്നെ മധുരമുള്ള ചിപ്സ്. 85 റുപ്പീസാണ് ഈ സോൾട്ട് ചിപ്സിന് വരുന്നത്. മധുരമുള്ളതിന് 93. മുട്ടിഞ്ഞ റേറ്റാണ്. റേറ്റ് കുറവാണെന്നാണ് പറഞ്ഞത് ഇത്തവണ. പക്ഷേ എന്നാലും എല്ലാത്തിനും റേറ്റൊക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെ. നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി തിരക്ക് കുറഞ്ഞ സമയം നോക്കിയാണ് നമ്മൾ ഇറങ്ങിയത്. ഇത് വേറൊരു സംഭവമാണ്. ഇതിനകത്തിരിക്കുന്ന സാധനം മൊത്തം പ്ലാസ്റ്റിക്കാണ്. വലിയ വെള്ളരിക്ക, പ്ലാസ്റ്റിക്കിൻ്റെ ഭയങ്കര വലിയ വെള്ളരിക്ക, മത്തങ്ങ, കടച്ചക്ക, കൈതച്ചക്ക, പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പൂവ്, തേങ്ങയാണ് ഹൈലൈറ്റ്. എന്തോ ഇതെങ്ങനെ ഈ തേങ്ങ ഇത്രയും വലിയ ചിരട്ട? ഇത് ചിരട്ടയും ഡ്യൂപ്ലിക്കേറ്റ്, അതോ ഇത്രയും വലിയ ചിരട്ടയുണ്ടോ എനിക്കറിയത്തില്ല. വാഴപ്പഴം, ചക്ക, ആപ്പിള് എല്ലാം പ്ലാസ്റ്റിക്. അടുത്ത ഇനി കണിക്കൊന്നയും പ്ലാസ്റ്റിക്, മരവും പ്ലാസ്റ്റിക്, പൂവും പ്ലാസ്റ്റിക്. സോ നമ്മുടെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. നമ്മളാകെ ഒരു കോൾഡ് കോഫിയും ചിപ്സും മാത്രം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ടാറ്റ, ബൈ ബൈ.